ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നപ്പോൾ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. യു.ഡി.എഫും ബി.ജെ.പിയും മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ തകർന്നടിഞ്ഞത് എൽ.ഡി.എഫ് ആണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആകെ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് ഇത്തവണ സി.പി.എം. തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 3 ജില്ലാ സെക്രട്ടറിമാർ കണ്ണൂരിലും കാസർഗോഡും ആറ്റിങ്ങലുമായി മത്സരിച്ചു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും തിരിച്ചടിയേറ്റു. കെ സുധാകരനോട് എം.വി. ജയരാജന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിൽ വി. ജോയി മാത്രമാണ് ശക്തമായ ത്രികോണ മത്സരത്തിനിടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിലും പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അടിത്തറ ഭദ്രമാണെന്നും സി.പി.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയുമില്ല. അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. 47% വോട്ടുണ്ടായിരുന്ന യു.ഡി.എഫിന് 42% ഇത്തവണ ലഭിച്ചിട്ടുള്ളൂ. 5% കുറഞ്ഞു. 36% വോട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് 1% ഇക്കുറി നഷ്ടമായിട്ടുള്ളൂ.